നമ്മുടെ വൈസ് ചെയർമാൻ, കൗൺസിലേഴ്സ്, മറ്റ് ഭാരവാഹികൾ എല്ലാവരുടെയും പേരുകൾ പറഞ്ഞ് അവരെ നോക്കുമ്പോൾ ആ പേരുകളൊക്കെ തെറ്റായി മാറിയെന്ന് വരാം. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഉദ്യമത്തിന് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഒരു മനസ്സും എനിക്ക് മനസ്സിലായി. അതെന്താന്ന് പറഞ്ഞാൽ, വേദിയിലിരിക്കുന്നവരുടെ പേരൊന്നും ചേട്ടൻ പറയണ്ട, ചേട്ടൻ വല്ലതും പറയാനുണ്ടെങ്കിൽ പറയും. അതാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഇവിടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നമ്മുടെ അധ്യക്ഷൻ പറയുകയുണ്ടായി. ഇവിടെ എഞ്ചിനീയേഴ്സ് സൂപ്പർവൈസേഷൻ ഫെഡറേഷൻ ലെൻസ്ഫെഡ് തിരൂരങ്ങാടി ഇതിൻ്റെ ഏരിയ കമ്മിറ്റി മലപ്പുറം ജില്ലയിൽ നിർമ്മിച്ച വീടുകൾക്കുള്ള മത്സരത്തിൻ്റെ സമ്മാനദാനത്തിനും ഇതിൻ്റെ ഉദ്ഘാടനത്തിനും വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. വളരെ എനിക്കിവിടെ വരുമ്പോൾ, എൻ്റെ നാട് വിട്ട് അന്യനാട്ടിൽ വരുമ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ എംബസിക്ക് പഠിക്കുന്ന കാലത്ത് മനസ്സിൽ ആഗ്രഹമാണ് അതൊക്കെ പറയാനായിട്ട്. വന്ന് കയറിയപ്പോൾ തന്നെ ഒരു വണ്ടിയുടെ റെപ്രസെൻറ്റേറ്റീവ് ഇരിഞ്ഞാലക്കുടക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. അവന് സത്യം അറിയാൻ ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എവിടെ ചെന്നാലും ഇങ്ങനെയുള്ള ഓരോ ഗതികേടുകൾ എൻ്റെ മുന്നിൽ പ്രത്യക്ഷം. അത് കഴിഞ്ഞോടുകൂടി ഇവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് ചത്തുപോയി. അയാൾ പോയോ പോയില്ലെന്ന് എനിക്കറിയില്ല. ഏത് നേരത്താണ് ഇങ്ങോട്ട് കുഴിച്ചിട്ട് എന്നറിയില്ല. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ്. ഇയാൾക്കൊക്കെ വൈകുന്നേരമായ വീട്ടിൽ പൊക്കൂടെ? ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയേണ്ട കാര്യം എന്നുള്ളത് എന്നോട് പറഞ്ഞു. എന്താ ബാറ്ററിയോ സാധനങ്ങളൊക്കെ കടയിൽ കൊടുക്കണ ആളത്രേ. അപ്പോൾ അത് കഴിഞ്ഞു. അതുകൊണ്ട് സത്യം പറയാം, 8ാം ക്ലാസ് വരെ തന്നെ പഠിച്ചിട്ടുള്ളൂ. എന്നാൽ പെട്ടെന്ന് അങ്ങനെ പഠിച്ച് ജയിച്ചു വന്ന ഒരാളല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ സാധാരണ പറയാറുള്ളത്. നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികളെ സ്കൂളിൽ ചേർത്തുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും മാതാപിതാക്കൾക്ക്. എൻ്റെ വീട്ടിലും അതുപോലെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അവർക്ക്, മാതാപിതാക്കൾക്ക്. എനിക്കങ്ങനെ സ്വപ്നമൊന്നുമില്ല. എനിക്ക് സ്വപ്നം ഉണ്ടായി. 10-18 വയസ്സായി. ഇപ്പം ചെറിയ സ്വപ്നമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്തായാലും ആ മാതാപിതാക്കളൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നത് മകനൊരു ഡോക്ടറാവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, വക്കീലാവണം, ബാങ്ക് ഉദ്യോഗസ്ഥനാവണം, സ്കൂൾ മാസ്റ്റർ ആവണം എന്നൊക്കെ അവർ ആലോചിക്കും. പക്ഷെ ഞാനൊരു തീരുമാനം അന്നേ മുതൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊന്നും വേണ്ട, നമുക്ക് നമ്മുടേതായിട്ടുള്ള വഴി. അപ്പം ആദ്യം ഞാൻ സ്കൂളിൽ പഠിച്ചത് ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹൈ സ്കൂളിലാണ്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചു. എല്ലാ വിഷയത്തിലും ഫുൾ മാർക്കാണ് ആ സമയത്ത് കിട്ടിയത്. അത് കഴിഞ്ഞ് അടുത്ത സ്കൂളിലേക്ക് മാറി. അവിടെ വെച്ചിട്ടാണ് എനിക്ക് ബുദ്ധി വെച്ചത്. അപ്പൊ ഞാൻ ആ ക്ലാസ്സിലൊന്ന് തോറ്റു. അപ്പൊ അംബുജൻ ടീച്ചർ എൻ്റെ അടുക്ക ഒന്ന് പറഞ്ഞു, ഇന്നസെന്റ് കുട്ടി മോനെ, പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ്. നീ ഒന്നുകൂടെ ശ്രമിച്ചാൽ നിനക്ക് പാസ്സാവാം. ഞാൻ നന്നായിട്ട് പഠിച്ചു, ആ കൊല്ലവും തോറ്റു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായി, പരാജയം വിജയത്തിന്റെ മുന്നോടിയല്ല, അതിങ്ങനെ തോറ്റു 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 ഇല്ലാണ്ടായി പോകുന്നു. അപ്പൊ എന്തായാലും ആ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞു. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ വേറെ സ്കൂളിലേക്ക് പോയി. ആ സ്കൂളിന്റെ പേര് ഗവൺമെന്റ് ബോയ്സ് ഹൈ സ്കൂൾ. നല്ല അധ്യാപകരുണ്ടായിരുന്നു, മോശപ്പെട്ട അധ്യാപകരുമുണ്ടായിരുന്നു. ചില അധ്യാപകരൊക്കെ അന്ന്, ഞാനിവിടെ ഒരു എം പി ആണ് എന്ന് നിങ്ങൾക്കറിയാം. എന്തുകൊണ്ട് MP ആയി എന്ന് ചോദിച്ചാൽ,
കൂടെ പഠിച്ചവർ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. ഈ എല്ലാ സ്കൂളുകളിലും പഠിക്കുമ്പോൾ ഒരുപാട് പേരുടെ കൂടെ പഠിക്കുന്നുണ്ട്. അവർ മുഴുവൻ വോട്ട് ചെയ്താൽ പോരെ, ഞാൻ ജയിക്കില്ലേ? അതുപോലെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഈ ഓരോ ക്ലാസ്സിലും 3 കൊല്ലം വീതം എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ സ്കൂൾ വെക്കേഷനില്, വലിയ വെക്കേഷനില് പഠിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ സമയത്തും പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു. എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തേക്കുള്ള ഇമ്പോസിഷൻ ഞാൻ എഴുതി വയ്ക്കും. അപ്പൊ അടുത്ത വർഷം വരുമ്പോ ഏതെങ്കിലും മാസ്റ്റർ വന്ന് പറയും, എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. സയൻസ് ഇമ്പോസിഷൻ ഉണ്ട്, സോഷ്യൽ സ്റ്റഡി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഏതെങ്കിലും മാസ്റ്റർ വന്ന് ഡൽഹൌസി പ്രഭുവിന്റെ പരിഷ്കാരങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ച് നെക്സ്റ്റ് സെബാസ്റ്റ്യൻ, അബ്ദുൽ കലാം, ഇന്നസെന്റ് നാളെ വരുമ്പോ 25 പ്രാവശ്യം എഴുതി കൊണ്ടുവരും. അപ്പൊ ഞാൻ സത്യസന്ധനാണ്. എന്തിനാ നാളേക്ക് ആക്കണേ മാഷേ, ഇതാ പിടിച്ചോളൂ. ആ മാഷ് ഇങ്ങനെ എണ്ണി നോക്കിയതിന് ശേഷം ഇതിൽ 5 എണ്ണം കൂടുതലുണ്ടല്ലോ, അത് ഞാൻ അടുത്ത കൊല്ലം ഉപയോഗിച്ചോളാം, തിരിച്ചു തരൂ. അന്നേ മുതൽ സത്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് MP ആവേണ്ടത്. നല്ല അധ്യാപകരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവരുണ്ട്, ചീത്തവരുണ്ട്. ചില അധ്യാപകർ വന്നു കഴിഞ്ഞാൽ പറയും ഓൾ സ്റ്റാൻഡപ്പ് സിറ്റ് ഔട്ട്. ഒരു ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഒരു അധ്യാപകൻ മാറും. ഓൾ സ്റ്റാൻഡപ്പ് സിറ്റ് ഔട്ട്, ഓൾ സ്റ്റാൻഡപ്പ് സിറ്റ് ഔട്ട്. ഇവനൊക്കെ അങ്ങനെ പറയാം, സ്റ്റാൻഡപ്പ് സിറ്റ് ഡൗൺ, സ്റ്റാൻഡപ്പ്. എനിക്ക് വയ്യ. ഞാൻ 8ാം ക്ലാസ് ആയപ്പോഴേക്കും എനിക്ക് നല്ല പ്രായമായി. എൻ്റെ മുട്ടും കാലും ചിരട്ടയും കാര്യങ്ങളൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ എഴുന്നേറ്റ് നിൽക്കും, താഴെ ഇരിക്കും, ഇതൊക്കെ. പക്ഷേ ചില അധ്യാപകർക്കറിയാം ഇന്നസെന്റ് അന്നും വലിയവനാണ്. അതെങ്ങനെ എനിക്ക് മനസ്സിലായി എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അന്ന് ചില അധ്യാപകർ വന്നിട്ട് പറയും ഓൾ സ്റ്റാൻഡപ്പ് സിറ്റ് ഡൗൺ, ഇന്നസെന്റ് സ്റ്റാൻഡപ്പ് ഓൺ ദ ബെഞ്ച്. കാരണം അവൻ അങ്ങനെ ബെഞ്ചിൽ ഇരിക്കേണ്ട ആളല്ല, അവൻ വലിയവനാണ്. എന്നിട്ട് ആ ക്ലാസ് കഴിയുന്നവരെ ആ ബെഞ്ചിന്റെ മുകളിൽ ഒരുത്തൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കും. എൻ്റെ പിതാവ് എൻ്റെ അടുക്ക ചോദിച്ചു, നിനക്ക് മാത്രം ഈ ഗതികേട്? ഞാൻ പറഞ്ഞു, എനിക്ക് എന്ത് ഗതികേട്, ഞാൻ വലിയ ആളാപ്പാ, അതുകൊണ്ടാണ് അവരെന്നെ അങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു കാലം. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ചില അധ്യാപകരൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കും. പ്ലവന നിയമം, നെക്സ്റ്റ്. എൻ്റെ അടുക്ക് വരുമ്പോ നല്ല അധ്യാപകൻ എൻ്റെ അടുക്ക് വരുമ്പോ അയ്യോ ഒന്നും വേണ്ട എന്ന് പറയും. കാരണം കാര്യമില്ല ചോദിച്ചിട്ട്. ചില ആളുകള് നെക്സ്റ്റ് അബ്ദുൽ കലാം, ഫ്രാൻസിസ്, രവി, ഇവർ ഞങ്ങളുടെ ബെഞ്ചില് അതിന്റെ ഷൂ എന്ന് കാണിക്കണേ, ഞങ്ങൾക്ക് പേരില്ലേ. ഒരു ദിവസം ഞാൻ അതുകൊണ്ട് മാത്രം ഒരു ചോദ്യത്തിന് ഉത്തരം പഠിച്ചു. ആ ചോദ്യം ഇതായിരുന്നു: മലയ എന്ന് പറയുന്ന രാജ്യത്തെ എത്രയായി തരംതിരിക്കാം? അവ ഏവ. ആ മുരളീധരൻ, അബ്ദുൽ കലാം, ഷെയ്ഖ്, രവി, അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബാക്കില് ഞാൻ ചോദിച്ചു, എന്ത് ഷൂ? എന്താ തനിക്കറിയോ? എനിക്കറിയാം, 9ആയി തരംതിരിക്കാം. ആ മാഷ് ഒന്ന് ഞെട്ടി. ജോഹോർ, ഖറാബ്, ഖഡ, ഖലന്താർ, നെഗ്രി, സെമ്പിലാൻ, പഹാ. പറഞ്ഞ വഴിക്ക് അയാൾ തലചുറ്റി വീണില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം ടീച്ചേഴ്സ് റൂമിൽ ചെന്ന് പറഞ്ഞു, ഇനി മുതൽ ഇന്നസെന്റിനോടും കൂടെ ചോദിക്കണം. നമ്മൾ വിചാരിച്ചതുപോലെ അല്ല ഇന്നസെന്റ്, അദ്ദേഹം പഠിച്ചു വരുന്നുണ്ട്. പിറ്റേ ദിവസം ചില ടീച്ചേഴ്സ് വരുമ്പോ നെക്സ്റ്റ് ഇന്നസെന്റ് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഞാൻ ഇന്നൊന്നുമില്ല മാഷേ. കാരണം എല്ലാ ദിവസവും പഠിച്ചവരെനിക്ക് എന്താ തലയ്ക്ക് പ്രാന്ത. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരവും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പലവരും അന്ന് പറഞ്ഞു, ഒരു പഴം താഴെ വീണപ്പോൾ, ഒരു ആപ്പിൾ താഴെ വീണപ്പോൾ ന്യൂട്ടന് ചിന്താവിഷയമുണ്ടായി. വേറൊരു പണിയില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അശോക ചക്രവർത്തി തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. എൻ്റെ അപ്പൻ എന്തുമാത്രം തെങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ആളാണെന്ന് അറിയോ? അപ്പോഴാണ് സുശീല ടീച്ചർ ഓടി വന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി, എന്തോ വലിയ പ്രശ്നമാണെന്ന് വിചാരിച്ചു. സുശീല ടീച്ചർ വന്ന് പറഞ്ഞു, മേം കർത്താവായിരിക്കുമ്പോ ഹും എന്ന് ചേർക്കണം, തും കർത്താവായിരിക്കുമ്പോ ഹോ എന്ന് ചേർക്കണം. ഇപ്പൊ അത് കുറേശ്ശെ ചേർക്കണ കാരണം കൊണ്ടാണ് പാർലമെന്റിൽ കുഴപ്പമില്ലാണ്ട് പോണത്.
എന്തിനാണ് മേമും ഹൂമും ചേർക്കണം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പൊ ഇതൊക്കെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ആളാണ് മിസ്സസ് ശിവദാസൻ. ഞാൻ പെട്ടെന്ന് നോക്കിയത് എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആളാണ് ശിവദാസൻ. ഞാൻ ഈ പറയുന്നതൊന്നും നിങ്ങൾ തമാശയ്ക്ക് നിങ്ങൾ ചിരിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊള്ളുന്ന തമാശ ഒന്നല്ല, ഇതൊക്കെ സത്യമാണ്. ആ ശിവദാസൻ ഒരു തവണ 5ാം ക്ലാസ്സിൽ, ഞാൻ 5ാം ക്ലാസ്സിൽ 3ാമത്തെ കൊല്ലാണ്. എനിക്ക് ആ ടീച്ചറോട് നല്ല ഇഷ്ടം തോന്നി. അപ്പൊ പിന്നെ അവിടെ തന്നെ ഇരുന്നു. അപ്പൊ ആ 5ാം ക്ലാസ്സിൽ ശിവദാസൻ അവൻ ജയിച്ചു. സ്കൂളിൽ പഠിച്ചവർക്കൊക്കെ അറിയാവുന്നതാണ്. ജയിച്ച കുട്ടികൾ 6ാം ക്ലാസ്സിലേക്ക് പോവുക, 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് കുട്ടികൾ വരിക. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ ഞാനും ടീച്ചറും മാത്രമായി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഷർട്ടിന്റെ തല എടുത്തിട്ട് കണ്ണ് തുടച്ചു. ടീച്ചർ എൻ്റെ അടുത്ത് വന്നു, കരയരുത്. ഇന്നസെന്റ് എന്തിനാ കരയണേ? ഞാൻ കരഞ്ഞൊന്നല്ല, അങ്ങനെയാണ് അഭിനയം തുടങ്ങിയത് ഞാൻ ആദ്യമായിട്ട് എന്ന് പറഞ്ഞ. എനിക്ക് പരീക്ഷ എഴുതുമ്പോൾ അറിയാം തോൽക്കുന്നുള്ളത്, പിന്നെ ഞാൻ എന്തിനാ കരയണേ? അപ്പൊ അങ്ങനെ ശിവദാസൻ എൻ്റെ അടുത്ത് പറയാണ്, ഞാൻ പോവാടാ. ഞാൻ പറഞ്ഞു എവിടേക്ക് പോകണം? അല്ല ഞാൻ 6ാം ക്ലാസ്സിലേക്ക് പോവാ. അതിന് അല്ല ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞു നീ പൊക്കോ, എല്ലാ കൊല്ലവും എൻ്റെ കൂടെയുള്ളൊരു പോവും. ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് അവരെ വിടും, അത്രേ ഉള്ളൂ. അപ്പൊ നീ പോയിക്കോ. വീണ്ടും അവൻ ഞാൻ പറഞ്ഞു അല്ലടാ ഞാൻ പോവാ. ഞാൻ പറഞ്ഞു നീ ദുബായിക്കൊന്നല്ലോ പോണത്. അല്ല നീ. അവൻ പെട്ടെന്ന് കരഞ്ഞു. ശിവദാസൻ പെട്ടെന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു നീ എന്തിനാണ് കരയുന്നത്? അപ്പൊ അവൻ പറയാണ്, എൻ്റെ അനിയൻ രാധാകൃഷ്ണൻ നിന്റെ ഈ ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്, ദയവ് ചെയ്ത് നീ അവനെ ചീത്തയാക്കരുത് എന്നിട്ടൊറ്റ. ആ രാധാകൃഷ്ണനാണ് ഇന്നിപ്പോ റിട്ടയർ ചെയ്ത ISRO ചെയർമാൻ രാധാകൃഷ്ണൻ. കയ്യടി വേണ്ട. അയാളുടെ ഗുണം കൊണ്ട് മാത്രമല്ല അയാൾ ISRO ചെയർമാൻ ആയത്. എൻ്റെ ഒരു കാരുണ്യം കൂടി അതിൻ്റെ അകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ കപ്പലിന്റെ കച്ചവടമായിട്ട് നടന്നാനൊക്കെ എത്രയോ കുട്ടികളെ ഞാൻ നന്നാക്കി. എൻ്റെ ഒരു ഔദാര്യം എന്ന് പറയുന്നത് ഇത് ഞാൻ രാധാകൃഷ്ണൻ സാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് പ്രസംഗിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ കൂടെ പഠിക്കുന്നവരൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പഠിക്കണേ? ഇത് തന്നെയാണ് എൻ്റെ വീട്ടിലെ സ്ഥിതി. അപ്പൊ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഏകദേശം 8ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു ബിസിനസ് ഇട്ട് തന്നു ഇടിഞ്ഞാലക്കുട. ആ ബിസിനസ് ഇട്ട് തന്നപ്പോൾ അവിടുത്തെ ആളുകൾ, എൻ്റെ സ്വന്തക്കാര്, വലിയപ്പൻ, മറ്റൊരു മറിച്ചവരൊക്കെ വന്നിട്ട് പറഞ്ഞു ഇനിയെങ്കിലും. അപ്പൊ എനിക്ക് ഈ നാടകവും തമാശകളൊക്കെ ഉണ്ട്. പറഞ്ഞു തമാശയൊക്കെ മാറ്റിവെക്കുക, മനസ്സിൽ നിന്ന് നാടകം മാറ്റിവെക്കുക, നീ പഠിക്കണം, മിടുക്കനാവണം, മറ്റുള്ളവരെ കണ്ട് പറയിപ്പിക്കണം ഇന്നസെന്റ് മിടുക്കനാണെന്ന്. ഞാൻ പറഞ്ഞു ഒക്കെ ഞാൻ ശരിയാക്കി തരാം, ഈ കച്ചവടം നീ നടത്തുക. വലിയൊരു ബിസിനസ്സുകാരനാണ്. ഒരു കച്ചവടം ഇട്ടു തന്നു, ഇന്നസെന്റ് ഏജൻസീസ്. ആ കച്ചവടം തുടങ്ങി. ഓരോ ദിവസവും കളക്ഷൻ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുകൊടുക്കും അപ്പൻ്റെ അടുക്ക്. അപ്പൻ ആ കാശ് എണ്ണി നോക്കും. എൻ്റെ ചേച്ചിമാരും അമ്മയൊക്കെ പറയും പഠിക്കാനേ മോശമുള്ളൂ, ബിസിനസ്സിൽ അവൻ മിടുക്കനാണ്. എല്ലാ ദിവസവും ഇതുപോലെ കാശ് കൊണ്ടുകൊടുക്കും. ഒരു ദിവസം കുറച്ചധികം കാശ് ഞാൻ എൻ്റെ പിതാവിൻ്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. അപ്പൻ അത് മുഴുവൻ എണ്ണി. അപ്പൻ്റെ കണ്ണ് നിറഞ്ഞുപോയി, കാരണം സന്തോഷം കൊണ്ട്. അപ്പൻ ചോദിച്ചു ഇത് മുഴുവൻ ഇന്നത്തെ കളക്ഷനാണോ അതോ ഇതിനേക്കാളും മുമ്പ് ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോയിട്ട് ഇന്ന് പണം കൊണ്ടുവന്ന് തന്നതാണോ? ഞാൻ പറഞ്ഞു ഇത് രണ്ടും അല്ല അപ്പ, പിന്നെ കട വിറ്റു. ആ കടയിൽ എന്നെ കൂച്ചിടാനുള്ള പരിപാടിയായിരുന്നു അന്ന്, മനസ്സിലായോ? ഞാൻ എൻ്റെ അപ്പൻ പിന്നെ ഒന്നും മിണ്ടില്ല. ഞാൻ വിചാരിച്ചു അതോടുകൂടി എൻ്റെ അപ്പ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കുന്നതാണ്. അപ്പോ ആ കട അന്ന് വിറ്റത് കൊണ്ടാണ് ഇന്ന് ഈ അവാർഡ് ഫംഗ്ഷനിൽ ഞാനിവിടെ എത്താനുള്ളൊരു കാരണം. നമ്മളാണ് തീരുമാനിക്കുന്നത് എന്താവണം എന്നുള്ളത്. സിനിമയായിരുന്നു മനസ്സിൻ്റെ അകത്ത്. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മദിരാശിയിലേക്ക് പോയി. ആ കാലഘട്ടത്തിൽ അഭിനയിച്ച സിനിമയാണ് നെല്ല്.
ഫുട്ബോൾ ചാമ്പ്യൻ ജീസസ്, ജയലളിതയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ജീസസ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത്. ഉർവശി ഭാരതി, ആ സിനിമകളൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു വണ്ണം കുറഞ്ഞൊരു പയ്യൻ അതിനകത്തിരിക്കുന്നത് കാണാം, അത് ഞാനാണ്. ഡയലോഗൊന്നും ഇല്ല ഇതിനകത്ത്. ഒരു പടത്തിനകത്ത് ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ആ ഡയലോഗിൽ ഇതായിരുന്നു, പ്രേമനസീറും ഞാനും കൂടി അഭിനയിക്കുന്നതാണ് ഫുട്ബോൾ ചാമ്പ്യൻ. അപ്പം പ്രേമനസീർ അവിടെ വന്നിട്ടില്ല, അദ്ദേഹത്തിന്റെ പേര് വിജയൻ എന്നാണ്. അപ്പം നസീർ സാർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ഡയലോഗ് എനിക്ക് കിട്ടി. ആ ഡയലോഗ് ഇതാണ്, വിജയനെ കണ്ടില്ലല്ലോ. ഇത് മാത്രമേ ഉള്ളൂ ആ സിനിമയിൽ. 2.5 മണിക്കൂറുള്ള സിനിമയിൽ ആ ഡയലോഗ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആ സിനിമ അഭിനയിച്ചു. അതിനകത്ത് ഈ ഡയലോഗ് പറഞ്ഞു. മനസ്സിലാഗ്രഹമുണ്ടായിരുന്നു, ഒരിക്കലും ഇരിഞ്ഞാലക്കുടയിലുള്ള ആരും തന്നെ ആ സിനിമ കാണരുതെന്ന്. കാരണം വലിയ പ്രേമനസീറ ആവാൻ പോയ ആളാ ഞാൻ. എന്നിട്ട് ആകെയുള്ള ഡയലോഗ് വിജയനെ കണ്ടില്ലല്ലോ എന്നാണ്. ഇരിഞ്ഞാലക്കുട ഉത്സവത്തിന് ഞാൻ വന്ന് ഉത്സവം കാണാൻ പോകുമ്പോൾ ആരും കണ്ടിട്ടില്ലെന്ന് വിചാരിച്ചേ. ഏതോ ഒരുത്തൻ ഏതോ കടയിൽ ഇരുന്നു കൊണ്ട് ഉറക്കെ ചോദിച്ചു, വിജയനെ അന്വേഷിച്ചായിരിക്കും. എനിക്ക് പറയാത്തത്, അല്ലടാ നിന്റെ അച്ഛനെ അന്വേഷിച്ചിട്ടായിരിക്കുന്ന. കാരണം നാണക്കേട്. വീണ്ടും പല സിനിമകളിലും അഭിനയിക്കാൻ ശ്രമിച്ചു. കൊച്ചു കൊച്ചു റോളുകൾ, ഒന്നുമല്ലാത്ത റോളുകൾ, ഒരു വാക്ക് പോലും വാതിൽ തുറന്നു കൊടുക്കുക, കാറിന്റെ ഡോർ, ഇങ്ങനത്തെ റോളുകളൊക്കെ. തിരിച്ച് നാട്ടിൽ വന്നു. എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, അപ്പോഴേക്കും വീട്ടിൽ 3-4-5 കമ്പനികളുണ്ട്, തീപ്പെട്ടി കമ്പനികൾ. ഇന്നസെന്റ് മാച്ച് ഫാക്ടറി, ബേബി മാച്ച് ഫാക്ടറി, യജ്മാൻ മാച്ച് ഫാക്ടറി, ദാവണഗിരി മാച്ച് ഫാക്ടറി, ശാബന്നൂർ, 5 കമ്പനികൾ. എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, സിനിമ മനസ്സിൽ നിന്നും കളയും. ഞാൻ പറഞ്ഞു, കളയാം. അത് കഴിഞ്ഞ് ഈ 5 കമ്പനികളും നീ നോക്കി നടത്തണം. എൻ്റെ ജ്യേഷ്ഠൻ സ്റ്റാനിസ്ലാവോസ് എന്നെ ഏൽപ്പിച്ചു. അതിനുശേഷം പറഞ്ഞു, നീ ഒരു കല്യാണം കഴിക്കണം. കാരണം പക്വതയായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. കല്യാണം ഞാൻ 8ാം ക്ലാസ്സിൽ കഴിക്കാൻ തയ്യാറാ എന്ന് പറഞ്ഞിട്ടില്ല ഇവരെന്നോട്. ഞാൻ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ജ്യേഷ്ഠൻ അമേരിക്കയിലെത്തി. 6 മാസം കഴിഞ്ഞപ്പോൾ ലാഭത്തിലോടുന്ന 5 തീപ്പെട്ടി കമ്പനികൾ ഞാൻ പൂട്ടി. അപ്പോഴേ എനിക്ക് സമാധാനമായാണ്. എന്തിനു പൂട്ടി എന്ന് ചോദിച്ചാൽ, അന്നത് പൂട്ടിയില്ലെങ്കിൽ ഇന്ന് ഇവിടെ എന്നെ നിങ്ങൾ ക്ഷണിക്കയില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം സിനിമയെടുത്തു, 5 സിനിമകൾ. പ്രായം ഉള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവും. വിട പറയും മുമ്പേ ഒരുപാട് പണം കിട്ടി. അതിനുശേഷം വേറൊരു സിനിമ എടുത്തു, ഇളക്കങ്ങൾ. ആ കാശ് ഇതിൽ പോയി. വേറൊരു സിനിമ എടുത്തു, ഓർമ്മയ്ക്കായി. പിന്നെ ഒരു സിനിമ എടുത്തു, ഒരു കഥ ഒരു നുണക്കഥ. അവസാനം ഒരു സിനിമ എടുത്തു, ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, എൻ്റെ മരണം ഉണ്ടായില്ലെന്ന് മാത്രമേ ഉള്ളൂ. കിട്ടിയ കാശൊക്കെ പോയി. ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുമ്പോഴാണ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒരു തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്ന, തൃശ്ശൂർ ഭാഷയുടെ ചുവയുള്ള സംസാരിക്കുന്ന ഒരാൾ വേണം ആ സിനിമയിൽ. ആ സിനിമയുടെ പേരാണ് അവിടത്തെ പോലെ ഇവിടെയും. ആ സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിക്കുന്നുണ്ട്. മമ്മൂട്ടിയാണ് പറഞ്ഞത്, ഇന്നസെന്റ് എന്ന് പറയുന്നൊരു നിർമ്മാതാവുണ്ട്, അദ്ദേഹത്തിന് നമുക്ക് ആ റോൾ കൊടുക്കാം. അങ്ങനെ ആ സിനിമയിൽ ഒരു കച്ചവടക്കാരന്റെ വേഷത്തിൽ, കുന്നംകുളത്തുള്ള ഒരു കച്ചവടക്കാരന്റെ വേഷത്തിൽ 2 സീൻ അഭിനയിച്ചു. സിനിമ പരാജയമായിരുന്നു. പക്ഷെ എൻ്റെ ആ 2 സീൻ വളരെ നന്നായിരുന്നു. ആളുകൾ അത് വീണ്ടും വീണ്ടും റീവൈൻഡ് ചെയ്ത് കാണുകയുണ്ടായി. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു. പല സിനിമകളിലും ചെറിയ വേഷങ്ങൾ അഭിനയിച്ചു. അങ്ങനെ അഭിനയിച്ച് ഒരിക്കൽ സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന ആ കൂട്ടുകൃഷിയിൽ ഞാൻ ഒരു സിനിമ അഭിനയിച്ചു, റാംജി റാവു സ്പീക്കിംഗ്. പിന്നീട് മാന്നാർ മത്തായി സ്പീക്കിംഗ്. സിദ്ദിഖ് ലാലിന്റെ, സത്യനന്ദിക്കാടിന്റെ സിനിമകള്, മനസ്സിനക്കരെ, പൊന്മുട്ടിയിടുന്ന താറാവ്, അതുപോലെ പ്രിയന്റെ കിലുക്കം, വേഷം, ഇങ്ങനെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. ഒരു സിനിമ നടനായി. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാര്യം, മനസ്സിലാഗ്രഹിച്ചത് അതൊക്കെ തന്നെയാണ്. ആ സിനിമാ നടനായി എവിടെ ചെന്ന് കഴിഞ്ഞാലും ആളുകൾ കൂട്ടം കൂടുന്നു, എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നു. ഞാൻ വെറുതെ ഇങ്ങനെ മനസ്സിലാലോചിച്ചു, ഇതൊക്കെ എനിക്ക് വിധിക്കപ്പെട്ടതാണോ? അമ്മ എന്ന് പറയുന്ന സംഘടന, ആർട്ടിസ്റ്റ് അസോസിയേഷൻ, മമ്മൂട്ടിയും മോഹൻലാലും ജയറാമും മുകേഷും, ഈ അസോസിയേഷന്റെ പ്രസിഡന്റായി 16ാമത്തെ
വർഷമാണ് ഞാൻ. ഒരിക്കലും ഈ കസേരയിൽ നിന്ന് ഒഴിയില്ല എന്ന് വാശി പിടിക്കുന്ന ആളല്ല. അവരാണ് പറയുന്നത് നിങ്ങൾ ഇവിടെ ഇരിക്കണം, നിങ്ങളായാൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ ആവുമ്പോഴും ഞാൻ ഈ പെയിൻ ആൻഡ് പാലറ്റീവ്, അതായത് നമ്മുടെ ഈ സംഘടന ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. വീട് കൊടുത്തു, ക്യാൻസർ രോഗികളെ സഹായിക്കുക, അതിനൊക്കെ ഞാൻ നൂറുദ്ദീൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് ആൽഫ പെയിൻ ആൻഡ് പാലറ്റീവ് അവരുടെ പാറ്റർനായി, രക്ഷാധികാരിയായി 10-12 വർഷമായിട്ട് സിനിമാ അഭിനയത്തിൻ്റെ ഇടയിലൊക്കെ ഇതിനു വേണ്ടി പോകും. അതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷം, ഒരു മനസുഖം. ഒരു ദിവസം സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാവിൽ ചെറിയൊരു ഉണര്. 2 ദിവസം കഴിഞ്ഞ് അത് പോണില്ല. 3-ാമത്തെ ദിവസം ഞാൻ ഡോക്ടർ ഗംഗാധരനെ പോയി കണ്ടു. അപ്പൊ ഞാനും അദ്ദേഹമാണ് ഈ ആൽഫ പെയിൻ ആൻഡ് പാലറ്റീവ് ക്യാൻസർ പേഷ്യൻസിനെ സഹായിക്കുന്ന കാര്യങ്ങളിൽ മുൻ കൈയായിട്ട് നിൽക്കുന്ന ആളുകൾ. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഇവിടെ ഒരു ഉണര്, എന്താ അത്? അപ്പൊ അദ്ദേഹം നോക്കി, കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് മതി, ഇന്നസെന്റ് ഇത്. അദ്ദേഹം ഇതിന്റെ ഡയറക്ടറാണ്, ഞങ്ങളുടെ ഈ സംഘടനയുടെ. ഇന്നസെന്റ് ഈ പിൽസ് കഴിക്കുന്നു പറഞ്ഞു. ഞാനത് പോയി കഴിച്ചു. 2-3 ദിവസം കഴിച്ചതിന് ശേഷം ഒരു മാറ്റമില്ല. എന്താ ക്യാൻസർ വരാൻ പോകുന്നുണ്ട്? അതൊന്നും എനിക്ക് വരില്ല, എന്നെ പോലെ ഒരാൾക്കൊന്നും വരില്ല. ഞാൻ അമ്മയുടെ പ്രസിഡന്റ്, സിനിമാ നടൻ, അതുപോലെ തന്നെ ഇതിനു വേണ്ടി സഹായിക്കുന്ന ഒരാളായി എനിക്ക് വരികയെ. വീണ്ടും അവരെ നിർബന്ധിച്ചു. വൈകുന്നേരം 5 മണിയായപ്പോ ഡോക്ടറെ എനിക്ക് കിട്ടി. ഞാൻ ഡോക്ടറോട് ചോദിച്ചു എൻ്റെ റിസൾട്ട് എന്തായി. അപ്പോഴാണ് ഡോക്ടർ ഗംഗാധരൻ പറഞ്ഞു, ഇന്നസെന്റ് നാളെ ഹോസ്പിറ്റലിലേക്ക് വരൂ. കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു കാര്യം എനിക്ക് മനസ്സിലാവും, ഇനി ഒരിക്കലും ഈ ക്യാമറയുടെ മുമ്പിൽ ഞാൻ വരേണ്ടി വരില്ല, ഈ വെളിച്ചത്തിന്റെ മുമ്പിൽ ഞാൻ വരേണ്ടി വരില്ല. എൻ്റെ സുഹൃത്തുക്കളായ മമ്മൂട്ടി, മോഹൻലാലും, ജയറാം, മുകേഷും ജഗദീഷും അവരുടെ കൂടെയൊന്നും ഞാൻ അഭിനയിക്കേണ്ടി വരില്ല. എൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ മകന്റെ കുട്ടികൾ 5-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. വെറുതെ ഒന്ന് ആലോചിച്ചു, അവര് വലുതായി കോളേജിലൊക്കെ പോയിട്ട് നേരം വൈകി വരുമ്പോൾ അവരെ എന്താടാ നേരം വൈകി എന്ന് ചോദിക്കുമ്പോൾ അവരെ എതിർത്ത് സംസാരിക്കണം, അത് കേൾക്കണം, അതിൻ്റെ സുഖം ഒക്കെ പോയി എന്ന് തോന്നിപ്പോയി മനസ്സിൻ്റെ അകത്ത്. പിറ്റേ ദിവസം ഞാനും എൻ്റെ മകനും കൂടി ഡോക്ടറെ അടുക്ക ചെന്നു. ഡോക്ടറോട് ചോദിച്ചു എന്താ? ഡോക്ടർ പറഞ്ഞു. പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. വന്നു, ചെന്ന് ചോദിച്ചു എന്താണ് എൻ്റെ അസുഖം? അദ്ദേഹം പറഞ്ഞു ഇന്നസെന്റ് ക്യാൻസറാണ്, ലിംഫോമ എന്ന് പറയും, ആ വർഗത്തിൽപ്പെട്ട ഒരു ക്യാൻസറാണ്. ഞാൻ ചോദിച്ചു എത്ര നാള്, എങ്ങനെ? അതൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് നോക്കാം. ചികിത്സ തുടങ്ങി. ഞാൻ നേരെ വീട്ടിലേക്കാണ് വന്നത്, എൻ്റെ വീട്ടിലേക്ക്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കരഞ്ഞ മുഖവുമായി എൻ്റെ മകൻ്റെ ഭാര്യയും കുട്ടികളും എൻ്റെ ഭാര്യ ആലീസൊക്കെ നിൽക്കുകയാണ്. അവരോട് ഒരു കാര്യം ഞാൻ പറഞ്ഞു, കരഞ്ഞ മുഖവുമായി ഈ ചികിത്സ കഴിയുന്നവരെ എൻ്റെ മുന്നിൽ വരരുത്. ഒരു കപ്പ് കാപ്പിയുമായിട്ട് വരുമ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി വേണം നിങ്ങൾ വരാൻ. അതല്ല മറ്റുള്ള നിലയിലാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സ്ഥലം വിടും. എൻ്റെ അസുഖം മാറുന്നത് വരെ അവരങ്ങനെ തന്നെയാണ് പെരുമാറിയിരുന്നത്. അവർക്ക് ദുഃഖമുണ്ടെങ്കിൽ ഏതെങ്കിലും മുറിയിൽ പോയി അവർ കരഞ്ഞ് തീർത്തതിന് ശേഷമാണ് പുഞ്ചിരിച്ചൊരു കാപ്പിയുമായിട്ട് വരിക. നമ്മൾ ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ സമയത്ത് എൻ്റെ മകൻ പറഞ്ഞു അമ്മച്ചിക്കും ഒരു ടെസ്റ്റ് നടത്തണം, മാമോഗ്രാം എന്ന് പറയും, സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പൊ അതിനൊരു ടെസ്റ്റ്. അപ്പൊ ആലീസ് പറഞ്ഞു എനിക്ക് അതിന്റെ ആവശ്യം, ഞാൻ 1 കൊല്ലം മുമ്പ് നടത്തിയതാണ്. നിർബന്ധിച്ചു, നടത്തി. അപ്പൊ അതിനുശേഷം ഇനിയുള്ളൊരൊറ്റ കാര്യം, നമ്മളൊക്കെ മനുഷ്യരാണ്, നിങ്ങളെയൊക്കെ കാണുമ്പോൾ സഹോദരി സഹോദരന്മാര്, ഒരു കുടുംബത്തിലെ പോലെ എത്രയും നേരത്തെ നിങ്ങൾ വന്ന് ഇവിടെ ഇരിക്കുകയാണെന്ന് ഇതിന്റെ ഭാരവാഹികൾ പറഞ്ഞു. ഈ സമയത്ത് നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് മുറി വൈദ്യന്മാരും ഒരുപാട് ഭക്തിമാർഗം സ്വീകരിച്ചിട്ടുള്ള ആളുകളും വരും. ചിലരൊക്കെ പറയും ഇന്ന പള്ളിയിൽ പോയിട്ട് 11 ദിവസം ധ്യാനം കേട്ടാൽ ഈ അസുഖം മാറുമെന്ന്. മാറില്ല കേട്ടോ, ആള് പോവും. ഇതൊക്കെ അനുഭവം കൊണ്ട് പറയുക. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഒരു 2-3-4 ചേടത്തിയന്മാര് ചേച്ചിമാര് പള്ളിയിൽ പോയിട്ട് മടങ്ങി വരുമ്പോൾ വീടിന്റെ അവിടെ നിന്നിട്ട് ആ റോഡിന്റെ അവിടെ നിന്നിട്ട് സംസാരിക്കുക. എടിയാ ഇന്നസെന്റ് എങ്ങനെയുണ്ട് ഇപ്പോ? ചാരേശ്വരയിൽ കിടപ്പുണ്ട്, ഒരു കുഴപ്പമില്ല, ഞാൻ മിനിഞ്ഞാന്ന് കണ്ടതാണ്.
എന്നാലും നമുക്കൊന്ന് പോയി കാണാം. അപ്പൊ അവര് വേണോ? അങ്ങനെ അവര് 4-5 പേര് കൂടി ഞാൻ ചാരികസേരയിൽ ചുരുണ്ട് കിടക്കുക. എന്നെ വന്ന് കാണുമ്പോ അവര് 5 പേരും ഇതെങ്ങനെ ഒരു നിൽപ്പ. ആ നിന്ന വഴിക്ക് തന്നെ എൻ്റെ ആത്മാവ് അപ്പൊ തന്നെ മുകളിലേക്ക് പോയി. കാരണം ഞാൻ മരിച്ചു കിടക്കുമ്പോ നിൽക്കുന്ന നിൽപ്പാണ് അവർ. അതിനുശേഷം അതിലൊരു ചേച്ചി പറയാണ്, ഇത് എങ്ങനെയായേ ഇതെന്ന് മനസ്സിലായോ? ഞാൻ വണ്ണം കുറഞ്ഞ് വയ്യാണ്ടായി. പക്ഷെ എനിക്കതൊക്കെ ഒരു തമാശയായി. അതിനുശേഷം അവർ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മൾ സുഖമില്ലാതിരിക്കുമ്പോൾ ഒരു 5-10 പേര് ഒരുമിച്ച് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ അതോടി കഴിഞ്ഞുട്ട പണി. കാരണം നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമായിരിക്കും. ഇവര് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണ്ട, എനിക്ക് പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ആ പ്രാർത്ഥനയൊക്കെ ഞാൻ കാലത്ത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പൊ എൻ്റെ ഭാര്യ ആലീസ് പറഞ്ഞു, ഇന്ന് അവർ പ്രാർത്ഥിക്കട്ടെ. അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ഇതാണ്: ദൈവമായ കർത്താവേ, നമ്മുടെ ഈ സഹോദരൻ ഇന്നസെന്റിനെ ഞങ്ങൾ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ പണി കഴിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ കയ്യിൽ ഏൽപ്പിക്കരുത്. പാവം യേശു ക്രിസ്തു അല്ലാണ്ട് തന്നെ കുരിശുമ്മ ആണി അടിച്ചിട്ടൊക്കെ ഒരുപാട് പ്രശ്നമായിട്ട് വയ്യാണ്ടിരിക്കുന്ന ആളാണ്. എന്നെയും കൂടി ഏൽപ്പിച്ച് തലയും കുത്തിയ ആള് വീണു. നിങ്ങൾ താഴ്ത്തു വരിക എന്നൊക്കെ പറഞ്ഞാൽ അവസാനം അവർ പോയി. ഈ ഇങ്ങനെയുള്ള പ്രാർത്ഥന ആളുകൾ നമ്മുടെ അവിടെ വന്നപ്പോൾ അവരോട് പറയും, വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ പറയാം നമുക്ക് വേണ്ടിയിട്ട്. ഒരിക്കൽ ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ഇന്നസെന്റ്, ആലീസ്. അപ്പൊ ഇതിനിടയിൽ ആലീസിന് ആ ടെസ്റ്റ് ചെയ്തതിൻ്റെ, നേരത്തെ പറഞ്ഞ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് വന്നു. ഡോക്ടർ ഗംഗാധരൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഇന്നസെന്റ്, നമ്മൾ ആലീസിന് ടെസ്റ്റ് ചെയ്തില്ലേ? അവർക്കും ക്യാൻസറാണ്. അത് നല്ല കാര്യം. കാരണം മരുന്ന് വാങ്ങുമ്പോൾ, ഒരുമിച്ച് വാങ്ങുമ്പോൾ കുറച്ച് കാശ് കുറവുണ്ടാവും. അത് കഴിഞ്ഞ് എനിക്കാണ് ആദ്യം വന്നുകൊണ്ടാണ് ആലീസ് രക്ഷപ്പെട്ടത്. കാരണം ഞാൻ ഇതിനെ എങ്ങനെ അഭിമുഖീകരിച്ചു എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇതിനെയൊക്കെ പുല്ലുപോലെ കണക്കാക്കി പോണെങ്കിൽ പോവാം. കാരണം ഒറ്റ ആളും ജനിച്ചതിന് ശേഷം ഇവിടെ സ്ഥിരമായിട്ടുണ്ടായിട്ടില്ല. എല്ലാവരും പോയിട്ടുള്ളവർ തന്നെയാണ്. നമ്മളൊക്കെ പോകാനുള്ള ആളുകളാണ്. അത് മാത്രം ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മുതൽ മാനസിക വിഷമം എപ്പോഴാണോ പോവുക അത് വിട്ടേക്കാം. അപ്പൊ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സിസ്റ്റർ, 2-3 പേരുണ്ട്. ഒരു സിസ്റ്റർ എന്ന് പറയാണ്, ഇന്നസെന്റിന് പ്രഷറുണ്ട്, ആലീസിനുണ്ട് പ്രഷർ. ഇന്നസെന്റിന് ഷുഗർ ഉണ്ട്, ആലീസിനുണ്ട് ഷുഗർ. അതുപോലെ തന്നെ ഇന്നസെന്റിനും ക്യാൻസർ, ആലീസിനും ക്യാൻസർ. എന്താ അത്? ഞാൻ പറഞ്ഞു, എന്താണ്? മനപ്പൊരുത്തം. ഞാൻ പറഞ്ഞു, എന്താന്ന്? മനപ്പൊരുത്തം. നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ അതുകൊണ്ടാണ് ആലീസിനും ഈ ക്യാൻസർ വന്നത്. ശരി, അപ്പൊ അതിനിപ്പോ എന്താ വേണ്ടേ? അതിന് ദൈവത്തിനോട് നന്ദി പറയാ. എന്തെന്ന് നമ്മളെങ്ങനെയാ പറയാ? ദൈവമേ, ആ ആലീസിനും കൂടി ഈ സാധനം കൊടുത്തതിൽ നന്ദി ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇവരെന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. നന്ദി പറയില്ല. അതെന്താ പറയാത്ത? ഞാൻ പറഞ്ഞു, പറയില്ല. അതിനെ നീ 8ാം ക്ലാസ് വരെ ഞൊട്ടിയില്ലെന്ന് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഇവര് ഗേറ്റ് കടന്ന് പോകുമ്പോഴേക്കും എനിക്ക് ഒരു ഓർമ്മ കിട്ടി. ഞാൻ വിളിച്ചു, സിസ്റ്ററെ 1 മിനിറ്റ്. എന്താ? നന്ദി പറയാൻ ഞാൻ തീരുമാനിച്ചു. അതെന്താ? അല്ല, സിസ്റ്റർ പറഞ്ഞില്ലേ ഞങ്ങൾ തമ്മിലുള്ള മനപ്പൊരുത്തം കൊണ്ടാണ് ഈ അസുഖം, ക്യാൻസർ വന്നതെന്ന്. അതെ, അതുകൊണ്ട് നന്ദി പറയാൻ പോവാ. എന്താ കാരണം? തൊട്ടപ്പുറത്തെ വീട്ടിലെ ആട്ടോക്കാരൻ കൊച്ചാപ്പേട്ടന്റെ മരുമകള്, സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ്, അവൾക്കെങ്ങാനാണ് ഈ ക്യാൻസർ വന്നെങ്കിൽ ഈ സിസ്റ്റേഴ്സ് പറയില്ലേ ഞങ്ങൾ തമ്മിലുള്ള മനപ്പൊരുത്തം കൊണ്ടാണ് വന്നതെന്നുള്ളത്. എൻ്റെ കുടുംബം അതോടുകൂടി കലങ്ങില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഓരോ നേരം പോക്കുകൾ. ഇത് മാത്രമല്ല, ഞാനിതൊക്കെ എൻ്റെ പുസ്തകത്തിൽ, ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ്. വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. മരണം കഴിഞ്ഞ വീട്ടിൽ പള്ളിയിൽ അച്ഛൻ പ്രസംഗിക്കുകയാണ്, ആരും കരയരുത്, ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെ ദൈവം നേരത്തെ വിളിക്കുന്നു. ഇന്ന് പർദീസയിൽ ഈ കിടക്കുന്ന കൊച്ചാപ്പേട്ടനും യേശുവും കൂടി ഒരുമിച്ച് വീഞ്ഞു കഴിക്കും. ഏത്? ഈ വടിയായിട്ട് ഇറങ്ങുന്ന കൊച്ചാപ്പേട്ടൻ അവിടെ വീഞ്ഞു കഴിക്കും. അതുകൊണ്ട് നിങ്ങൾ കരയരുത്, ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെ നേരത്തെ വിളിക്കുന്നു. ഞങ്ങളത് കഴിഞ്ഞ് ആ ബോഡിയൊക്കെ എടുക്കൽ കഴിച്ച് ഞാനും ആലീസും കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു കപ്പേള എന്ന് പറഞ്ഞാൽ ചെറിയ പള്ളി, അവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ പതുക്കെ നോക്കിയിട്ട് ആ കപ്പേളയിലേക്ക് നോക്കിയിട്ട് ഒരു കൊഞ്ഞനെ ഞാൻ കാണിച്ചു കൊടുത്തു. ആലീസ് പറഞ്ഞു, നിങ്ങൾ നല്ല ശബ്ദം ഉണ്ടാക്കിയ? ഞാൻ പറഞ്ഞു, ഇല്ല.
കേട്ടില്ലോ ശബ്ദം? എന്താ അത്? വേറൊന്നുമല്ല. അവൾ കണ്ടു, ഞാൻ ഈ പുണ്യവാളന്റെ അവിടെ വന്ന ഇടയ്ക്ക് മെഴുകുതിരി എത്തിക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ സ്വല്പ സ്നേഹത്തില. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മുകളിലേക്ക് വിളിച്ചാലോ. അപ്പം അച്ഛൻ അതല്ലേ പറഞ്ഞത്. അപ്പം ആലീസ് പറഞ്ഞു, ഇത് തന്നെയാണ് നിങ്ങളുടെ കുഴപ്പം. കോമഡിയും തമാശയൊക്കെ സിനിമയിൽ, ഇതൊന്നും ദൈവത്തിൻ്റെ അടുത്ത് കളിക്കരുത്. ഞാൻ ഒന്നും മിണ്ടാപോയില്ല. അങ്ങനെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു ചെറിയൊരു പള്ളി വന്നപ്പോൾ ഞാനിങ്ങനെ നിൽക്കുമ്പോണ്ട് അവിടേക്ക് നോക്കിയിട്ട് ഒരു പ്രാവശ്യം കേട്ടു, ആലീസ്. നീ ഇപ്പം അങ്ങോട്ട് വല്ലതും കാണിച്ച? ഇല്ല, സത്യം പറ. ഞാൻ കാണിച്ചു. എന്താ? ഞാനിവിടെ മെഴുതിരിയൊക്കെ കത്തിക്കാറുണ്ട് ഈ കൊച്ചു ദിവസം പുണ്യാളത്തിൻ്റെ അടുത്ത്. അപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരല്ലേ മുകളിലേക്ക് വിളിക്കുക. അത് രണ്ട് വഴക്കായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തതാണെന്നാണ്. ഇതൊക്കെ ഒരു നേരം പോക്ക് വിധത്തിൽ നമ്മൾ എഴുതിയതാണ്. എന്തായാലും ഇന്ന് ഞങ്ങൾ രണ്ടുപേരും അസുഖമൊക്കെ ഏകദേശം മാറി. ആ സമയത്താണ് ഞാൻ ഈ MP പാർലമെന്റ് ഇലക്ഷൻ എന്നെ ക്ഷണിച്ചതും ഞാൻ നിന്നതും. പാർലമെന്റ് ഇലക്ഷനിൽ നിന്നു ജയിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ. ഞാനിപ്പോൾ അവിടെ ചെയ്തത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ എൻ്റെ അടുക്ക ഒരു പയ്യൻ അവിടെ വന്ന് പറയുകയുണ്ടായി, ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവിടെ വെച്ച്. അതായത് ഈ ക്യാൻസറിൻ്റെ തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ, പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ അത് മാറും എന്ന് ഒന്ന് പറയുമോ എന്ന് ചോദിച്ചു. സത്യമാണ്. ആലീസിന് അന്ന് തുടക്കത്തിൽ കണ്ടുപിടിച്ചു. അതൊരു ചെറിയ ഇൻസിറ്റു എന്ന് പറയും, ഒരു ചെറിയൊരംശം. അതുകൊണ്ട് അവരുടെ അസുഖം മാറി. അതല്ലെങ്കിൽ അത് പിന്നീട് കൂടുതലായി കഴിയുമ്പോൾ ശരീരത്തിലാകെ ക്യാൻസർ വന്നു, അതിൽ നിന്ന് മരണം വരെ ഉണ്ടാവാം. അപ്പം ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 60 ലക്ഷം രൂപ ചെലവാക്കി മാമോഗ്രാം മിഷൻ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ, അങ്കമാലിയിൽ ഒരെണ്ണം, ആലുവ ആസ്പത്രിയിൽ ഒരെണ്ണം, ചാലക്കുടി ഹോസ്പിറ്റലിൽ ഒരെണ്ണം, കൊടുങ്ങല്ലൂരിൽ ഒരെണ്ണം, 3 കോടി രൂപയുടെ മിഷൻ ഞാൻ മാമോഗ്രാമിന് വേണ്ടി അവിടെ കൊടുത്തു കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനെങ്കിലും ഇത് ചെയ്തില്ലെങ്കിൽ ദൈവം എന്നെ എത്രമാത്രം ശിക്ഷിക്കുമെന്ന് മനസ്സിലാക്കണം. അതിനൊക്കെയാണ് നമ്മൾ ജയിച്ച് നമ്മൾ പറഞ്ഞയക്കുന്നത്. നമുക്ക് നമ്മുടെ ആളുകളോട് ചില കടപ്പാടുകളുണ്ട്. എന്തായാലും ഞാൻ ഇവിടെ വന്ന ഇലക്ഷനൊന്നും നിൽക്കാൻ പോകുന്നില്ല. എന്നിരുന്നാലും നമ്മൾ നിന്ന് കഴിഞ്ഞു, ജയിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കടപ്പാടുകളും കടമകളും കാര്യങ്ങളൊക്കെ. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഞാൻ മുൻപന്തിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും ഇവിടെ കുറച്ച് കൂടുതൽ സമയം ഞാൻ എടുത്തു. സോറി, പറഞ്ഞോളാൻ, വെളുക്കും വരെ പറഞ്ഞോളാനാ പറയുന്നത്. അങ്ങോട്ട് കുഴപ്പമില്ലല്ലോ, ഞാൻ വയ്യാണ്ടയാൾ എന്താ പ്രശ്നം? അപ്പൊ എന്തായാലും ഇവിടെ വരാൻ സാധിച്ചത് ഇതൊരു നല്ല കാര്യമായിട്ടാണ്. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ലെൻസ് ഫെഡ് മീനാർ വീട്, അതിൻ്റെ അവാർഡുകൾ കൊടുക്കുക, അതിനൊക്കെയാണ് എന്നെ ക്ഷണിച്ചു വരുത്തിയത്. അത് കൂടാതെ ഇതിനോടൊപ്പം തന്നെ ഈ